എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTU ITT 301 S5 ITയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. മൊഡ്യൂൾ 2 കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. എന്താണ് CSS അല്ലെങ്കിൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിൻ്റെ ഉപയോഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു HTML വെബ് പേജ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ HTML വെബ് പേജിൻ്റെ സ്റ്റൈൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അല്ലെങ്കിൽ CSS എന്ന ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്. CSS ഈസ് എ ലാംഗ്വേജ് ദാറ്റ് ഡിസ്ക്രൈബ് ദ സ്റ്റൈൽ ഓഫ് ആൻ HTML ഡോക്യുമെൻറ്റ്. ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ സ്റ്റൈൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് CSS. CSS describe how HTML element should be displayed. Cascading style sheet tree that allow to specify presentation of element on the web page. Example: font, spacing, size, color, position, etc. അതായത് നമ്മൾ HTMLൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു HTMLൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ H1 എന്ന് പറയുന്ന ഹെഡിങ് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ പല സിറ്റുവേഷനുകളിലും നമുക്ക് ഈ H1 പലതരത്തിൽ ആക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ബോൾഡ് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പേജിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളൊക്കെ പല സന്ദർഭങ്ങളിലും ബാക്ക്ഗ്രൗണ്ട് കൊടുത്തപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് ഇമേജ് ആവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. ചില പ്രത്യേക സ്ഥലങ്ങളിൽ നമുക്ക് കുറച്ച് വലുതാക്കി കാണിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമിലും പേജിൻ്റെ ഡിസൈനിൽ മാറ്റം വരുത്തുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് CSS അഥവാ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റുകൾ. ഇനി CSSന് ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സിൻടാക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സിൻടാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂള്, എങ്ങനെയാണ് ഈ CSS എഴുതേണ്ടത് എന്നുള്ളൊരു റൂളുണ്ട്. അതായത് നമ്മളിപ്പോൾ H1 എന്ന് പറയുന്ന ഹെഡിങ് ടാഗിനാണ് സെക്ടറിനാണ് എഴുതുന്നതെങ്കിൽ H1 എഴുതി കഴിഞ്ഞ് ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പണിംഗ് പാരാന്തസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഓപ്പണിംഗ് ക്ലോസിംഗ് പാരാന്തസിസിൻ്റെ അകത്താണ് ഇത് എഴുതുന്നത്. കളർ ആണ് സെറ്റ് ചെയ്യുന്നത്. കളറിൻ്റെ സ്പെല്ലിംഗ് COLOR. ദെൻ സെപ്പറേറ്റിംഗ് വിത്ത് എ കോളൻ ആണ്. ബ്ലൂ എന്ന് പറയുന്ന കളർ കൊടുത്തു. ദെൻ എൻഡിങ് വിത്ത് എ സെമി കോളൻ. അപ്പോൾ ഒരു പ്രത്യേക പ്രോപ്പർട്ടി എഴുതി ആ പ്രോപ്പർട്ടിക്ക് വാല്യൂ കൊടുക്കുന്നതിന് മുമ്പ് അതിനെ കോളൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യും. എൻഡിങ് വിത്ത് എ സെമി കോളൻ. അതിനുശേഷം അടുത്ത പ്രോപ്പർട്ടി ഫോണ്ട് സൈസ് ആണ് സെറ്റ് ചെയ്യുന്നത്. ഫോണ്ട് സൈസ് എൻഡിങ് വിത്ത് എ കോളൻ. ദെൻ അതിൻ്റെ വാല്യൂ സ്പെസിഫൈ ചെയ്തു 12px എന്ന് പറയുന്ന സ്റ്റൈലിലാണ് ഈ വാല്യൂ സ്ട്രൈക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ദെൻ എൻഡിങ് വിത്ത് എ കോളൻ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു CSSൻ്റെ സിൻടാക്സ് എഴുതുന്നത്. എ CSS റൂൾ സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ സെലക്ടേഴ്സ് ആൻഡ് എ ഡിക്ലറേഷൻ ബ്ലോക്ക് എന്നാണ് പറയുന്നത്. സെലക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിനാണ് നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത് അവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെലക്ടർ. ഡിക്ലറേഷൻ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വാല്യൂ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഡിക്ലറേഷൻ ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ദ സെലക്ടർ പോയിന്റ് ടു ദ HTML എലമെൻറ്റ് വാണ്ട് ടു സ്റ്റൈൽ. ഏത് എലമെൻറ്റിനാണോ സ്റ്റൈൽ കൊടുക്കേണ്ടത് അതിനെ പോയിന്റ് ചെയ്യുന്നതാണ് ആര്, സെലക്ടർ എന്ന് പറയുന്നത്. The declaration block contain one or more declaration separately by a semicolon. ഈ semicolon most important one ആണ്. Declaration block containing one or more declaration separated by a semicolon. അതായത് ഇത്ര പ്രോപ്പർട്ടീസ് വേണം നമുക്ക് ഈ ഹെഡിങ് ടാഗിന് അകത്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ അതെല്ലാം എന്ത് ചെയ്യണം, സെമിക്കോളൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യണം. ഈ ഒരു ഓപ്പണിംഗ് പാരാന്തസിസിൻ്റെയും ക്ലോസിംഗ് പാരാന്തസിസിൻ്റെയും അകത്തായിരിക്കും ഇത് സ്പെസിഫൈ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള CSS സ്റ്റൈൽസുകളെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ 3 തരത്തിൽ നമുക്ക് CSSലേക്ക് സ്റ്റൈലുകളെ പ്രൊവൈഡ് ചെയ്യാം. ഒന്നാമതായിട്ട് ഇൻലൈൻ സ്റ്റൈലുകൾ, രണ്ടാമത് ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ്. ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റിൻ്റെ മറ്റൊരു പേരാണ് എംബഡഡ് സ്റ്റൈൽ ഷീറ്റ്. അതായത് എംബഡഡ് സ്റ്റൈൽ ഷീറ്റ് എന്ന് വേറൊരു പേരും കൂടെയുണ്ട്. ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പൊതുവെ ഉപയോഗിക്കുന്ന ആ സ്റ്റൈൽ ഷീറ്റിൻ്റെ പേര് എംബഡഡ് സ്റ്റൈൽ ഷീറ്റ് എന്നാണ്. മൂന്നാമതായിട്ട് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്. അപ്പോൾ CSSൽ ഉപയോഗിക്കുന്ന സ്റ്റൈൽ ഷീറ്റുകളെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 3 ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് 3 തരത്തിൽ ഇൻസേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ 3 തരത്തിൽ നമുക്ക് ആ CSSനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമതായിട്ട് ഇൻലൈൻ സ്റ്റൈൽസ്, രണ്ടാമതായിട്ട് ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ്,
മൂന്നാമതായിട്ട് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്. ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റിൻ്റെ മറ്റൊരു പേരാണ് ഞാൻ പറഞ്ഞത് എംബഡഡ് സ്റ്റൈൽ ഷീറ്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇനി ഓരോന്നും എന്താണ്, എങ്ങനെയാണ് അതിൽ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോഗ്രാമിൻ്റെ എക്സസൈസോടുകൂടി നോക്കാം. ആദ്യമായിട്ട് ഇൻലൈൻ സ്റ്റൈൽസ്. ഇൻലൈൻ സ്റ്റൈൽസിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻലൈൻ സ്റ്റൈൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബോഡിക്കകത്തായിരിക്കും. പൊതുവെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റൈലുകളെല്ലാം തന്നെ എല്ലായ്പ്പോഴും നമ്മൾ എഴുതാൻ താല്പര്യം കാണിക്കുന്നത് ഹെഡ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലായിരിക്കും എഴുതാൻ താല്പര്യം കാണിക്കുന്നത്. എന്നാൽ ഇൻലൈൻ സ്റ്റൈലുകൾ എല്ലായ്പ്പോഴും എഴുതുന്നത് ബോഡിക്കകത്തായിരിക്കും ഇൻലൈൻ സ്റ്റൈലുകൾ എഴുതുന്നത്. ഇൻലൈൻ സ്റ്റൈലിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലൈനിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ അത് എഴുതുന്നത്. അതായത് ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പി എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ യൂസ് ചെയ്യാണ്. പി യൂസ് ചെയ്യുന്നത് പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയാണ് പി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പി എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റൈൽ സെറ്റ് ചെയ്യുകയാണ്. പി സ്റ്റൈൽ ഈക്വൽ ടു ഫോണ്ട് സൈസ് 20 pt. 20 പിക്സലായിട്ട് എന്തിനെ സെറ്റ് ചെയ്യുന്നു? ഫോണ്ട് സൈസിനെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പാരഗ്രാഫ് എഴുതുന്നതിൻ്റെ കൂടെ എന്തും കൂടെ അറ്റാച്ച് ചെയ്തു, സ്റ്റൈലും കൂടെ അറ്റാച്ച് ചെയ്തു. ഇങ്ങനെ ഓരോ സമയത്തും നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ലൈനിൻ്റെ കൂടെയും സ്റ്റൈൽ എന്ന് പറയുന്ന വാക്കിൻ്റെ സഹായത്തോടു കൂടി ഓരോന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഈ സ്റ്റൈൽ എന്ന് പറയുന്ന വാക്കിൻ്റെ സഹായത്തോടു കൂടി അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഈക്വൽ ടു ഇടണം. അപ്പോൾ പി സ്റ്റൈൽ ഈക്വൽ ടു ഡബിൾ കോട്ട്സിൻ്റെ അകത്താണ് ഇൻലൈൻ സ്റ്റൈലുകൾ എഴുതുന്നത്. ഫോണ്ട് സൈസ് എഴുതുന്നു, സെപ്പറേറ്റഡ് വിത്ത് എ പഞ്ച്വേഷൻ മാർക്ക് അല്ലേ, സച്ച് ദാറ്റ് സിമ്പിൾ എന്ന് നമ്മളിതിനെ പറയാറുണ്ട്. വാല്യൂ എഴുതുന്നു എൻഡിങ് വിത്ത് എ സെമി കോളൻ. അപ്പോൾ ഇത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇൻലൈൻ സ്റ്റൈലുകൾ എഴുതുന്നത്. ഈ ഇൻലൈൻ സ്റ്റൈലുകൾ നമുക്ക് എവിടെ വേണോ എന്ത് ചെയ്യാം? എഴുതാൻ പറ്റും. അതായത് ഇതിൻ്റെ കൂടെ തന്നെ പാരഗ്രാഫിൻ്റെ കൂടെ തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ബോൾഡിൻ്റെ കൂടെ എഴുതാം, അല്ലെങ്കിൽ ഹെഡിങ്ങിൻ്റെ കൂടെ എഴുതാം, H1 H2 എന്ന് പറയുന്ന ടാഗിൻ്റെ കൂടെ എഴുതാം. ഏതൊരു ടാഗായാലും ആ ടാഗിൻ്റെ ഓപ്പണിങ്ങിനും ക്ലോസിങ്ങിനും ഇടയ്ക്ക് അല്ലേ, നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് ആ ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ്, ടാഗ് ക്ലോസ് ചെയ്യുന്നത് ഇവിടെയാണ്, പക്ഷേ അങ്ങനെയല്ല, ഇതിൻ്റെ ഈ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് എഴുതണം. അപ്പോൾ ഇത്തരത്തിൽ എഴുതുന്ന സ്റ്റൈലുകളാണ് ഇൻലൈൻ സ്റ്റൈലുകൾ. എന്താണ് ഇൻലൈൻ സ്റ്റൈലുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ നമ്മൾ ഒരു പാരഗ്രാഫിന് ഒരു സ്റ്റൈല് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് നമുക്ക് വേറൊരു സ്റ്റൈല് കൊടുക്കാൻ പറ്റും. അതായത് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പാരഗ്രാഫിൻ്റെ ടാഗ് ഉപയോഗിച്ച സമയത്ത് ഫോണ്ട് സൈസ് 20 കൊടുത്തു, സ്റ്റൈൽ അപ്ലൈഡ് ടു ഇറ്റ് മേക്ക് ഇറ്റ് 20 pt എന്ന് പറയുന്നൊരു സെൻറ്റൻസ് എഴുതി. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ഈ ഒരു സ്റ്റൈലിനെ ബേസ് ചെയ്ത് ഇത് വർക്ക് ചെയ്യും. എന്നാൽ രണ്ടാമത്തെ ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വാല്യൂവിൽ മാറ്റം വരുത്തി. എന്ത് മാറ്റമാണ് വരുത്തിയത്? സ്റ്റൈൽ ഈക്വൽ ടു ഫോണ്ട് സൈസ് 20 pt കൊടുത്തു, സെപ്പറേറ്റഡ് വിത്ത് സെമി കോളൻ, ദെൻ കളർ പ്രൊവൈഡ് ചെയ്തു. കളർ എങ്ങനെ പ്രൊവൈഡ് ചെയ്തു? ഡീപ് സ്കൈ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ കൂടെ നമ്മൾ കൊടുത്തു. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിന് നമ്മൾ ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്തു, രണ്ടാമത്തെ പാരഗ്രാഫ് ആയ സമയത്ത് നമ്മൾ വേറൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്തു. പി സ്റ്റൈൽ ഈക്വൽ ടു ഫോണ്ട് സൈസ് 2 pt, കളർ ഡീപ് സ്കൈ ബ്ലൂ എന്ന് പറയുന്ന മറ്റൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ സ്റ്റൈൽ അപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ 2 pt എന്ന് പറയുന്ന സൈസും അപ്ലൈ ചെയ്തു, സ്റ്റൈൽ അപ്ലൈഡ് ടു മേക്ക് ഇറ്റ് ഡീപ്പ് ആൻഡ് ഡീപ് സ്കൈ ബ്ലൂ എന്ന് പറയുന്ന ഈ സാധനം ഡീപ് സ്കൈ ബ്ലൂയിൽ, അതായത് ഒരു ബ്ലൂ കളറിൽ കൂടെ എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യും. അപ്പോൾ മൾട്ടിപ്പിൾ ടൈംസിൽ ഒരു സെയിം ടാഗ് തന്നെയാണ് എഴുതുന്നതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടാഗിന് കളർ പ്രൊവൈഡ് ചെയ്യാനും ഫീച്ചേഴ്സ് മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റും. ഇതാണ് ഇൻലൈൻ സ്റ്റൈലിൻ്റെ പ്രത്യേകത. അപ്പോൾ ഓരോ ലൈനിൻ്റെ കൂടെയും അറ്റാച്ച് ചെയ്തായിരിക്കും ഇൻലൈൻ സ്റ്റൈൽ എഴുതുന്നത്. ഇൻലൈൻ സ്റ്റൈലുകൾക്ക് കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് വാല്യൂ കൊടുക്കാൻ പറ്റും. സ്റ്റൈൽ എന്ന വാക്കിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് വാല്യൂ കൊടുക്കുന്നത്. സ്റ്റൈൽ എഴുതിയിട്ട് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് വാല്യൂ സ്പെസിഫൈ ചെയ്യണം. ഓരോ വാല്യൂ സ്പെസിഫൈ ചെയ്യുന്നത് എൻഡിങ് വിത്ത് സെമി കോളൻ ആയിരിക്കും. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഇൻലൈൻ സ്റ്റൈലിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. ആദ്യം ദിസ് ടെസ്റ്റ് ആസ് ഫോണ്ട് സൈസ് സ്റ്റൈൽ അപ്ലൈഡ് ടു ഇറ്റ് മേക്കിംഗ് ഇറ്റ് 20 pt എന്നുള്ളത് ബ്ലാക്ക് കളറിൽ ഡിസ്പ്ലേ ആവും. ദെൻ അടുത്ത സ്റ്റൈലിൽ ഡീപ്പ് സ്കൈ ബ്ലൂ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് ഡീപ്പ് സ്കൈ ബ്ലൂ കളറിൽ ഡിസ്പ്ലേ ആവും.
ഇതാണ് ഇൻലൈൻ സ്റ്റൈലുകളെ പറ്റി പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ സ്റ്റൈലുകളാണ് ഇൻറ്റേർണൽ സ്റ്റൈൽസ് അല്ലെങ്കിൽ എംബഡഡ് സ്റ്റൈൽ ഷീറ്റുകൾ. എന്താണ് എംബഡഡ് സ്റ്റൈൽ ഷീറ്റ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു സ്റ്റൈൽ ഷീറ്റ് എഴുതുന്ന സമയത്ത് നമ്മുടെ ഹെഡ് പോർഷനിൽ ആ സ്റ്റൈൽ നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വച്ചിരിക്കും. എന്നിട്ട് ബോഡിയിൽ നമ്മൾ ഈ ടാഗിനെ വിളിക്കുന്ന സമയത്ത് ഈ ടാഗിൻ്റെ ഈ സ്റ്റൈൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സ്റ്റൈൽ അതിന് കിട്ടും. അതായത് ഞാൻ എൻ്റെ HTML പ്രോഗ്രാമിൻ്റെ ഹെഡ് പോർഷനിലാണ് എംബഡഡ് സ്റ്റൈൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റൈലുകൾ എഴുതുന്നത്. ഈ ഹെഡ് പോർഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്യുന്നതിനിടയ്ക്ക് സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റൈൽ എഴുതുന്നത്. ടൈപ്പ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബാർ CSS ടൈപ്പ് എല്ലായ്പ്പോഴും വേണമെന്നുള്ള ആവശ്യമൊന്നുമില്ല. സ്റ്റൈൽ എന്ന ടാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വർക്കാവും. വേണമെങ്കിൽ ഒരു ടൈപ്പും കൂടെ സ്പെസിഫൈ ചെയ്യാം, ഇത് CSS എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് എന്ന് അറിയിക്കാൻ വേണ്ടി. ഇനി ഞാൻ ഇവിടെ 1-2 ആട്രിബ്യൂട്ട്സുകളുടെ വാല്യൂ അല്ലെങ്കിൽ ടാഗുകളുടെ വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. EM എന്ന് പറയുന്നത് നമ്മൾ എംഫസൈസിന് ഉപയോഗിക്കുന്ന ടാഗാണ് EM. ആ EM എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഞാൻ എന്തെന്ന് കൊടുത്തിട്ടുണ്ട്, ഫോണ്ട് വെയിറ്റ് ബോൾഡ് ആക്കാനും കളർ ബ്ലാക്ക് ആക്കാനും കൊടുത്തിട്ടുണ്ട്. അടുത്ത H1 എന്ന് പറയുന്നത് നമ്മൾ ഹെഡിങ്ങിന് ഉപയോഗിക്കുന്ന ടാഗാണ്. ഹെഡിങ് ടാഗിൻ്റെ അടുത്ത് ഫോണ്ട് ഫാമിലി ടഹോമ, അതേപോലെ നിൽവിയ, സ്കാൻ സെറിഫ് എന്നുള്ള ഈ ഫോണ്ട് ഫാമിലി ഇതിലേതെങ്കിലും ഒരു ഫോണ്ട് ഫാമിലി ആയിരിക്കണമെന്ന് കൊടുത്തു. നമ്മൾ ഏരിയൽ, ടൈംസ് ന്യൂ റോമൻ എന്നൊക്കെ പറയുന്നത് പോലെ ഉപയോഗിക്കുന്ന ഒരു ഫോണ്ട് ഫാമിലിയാണിത്. ഇനി പാരഗ്രാഫ് എന്ന് പറയുന്ന ടാഗിന് എന്ത് കൊടുത്തു, ഫോണ്ട് സൈസ് 20 പിക്സലും ഫോണ്ട് ഫാമിലി ഏരിയലും അല്ലെങ്കിൽ സ്കാൻ സെറിഫ് എന്ന് പറയുന്നതായിരിക്കണം. ഇനി ഇത്തരത്തിലുള്ള ടാഗുകൾ അപ്ലൈ ചെയ്തു. ഇതിൻ്റെ കേസ് ഞാൻ അടുത്ത് പറയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ EM, H1, P എന്ന് പറയുന്ന നമ്മുടെ ടാഗുകളുടെ പ്രോപ്പർട്ടീസ് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെയെങ്കിലും ഈ ടാഗിനെ വിളിക്കുന്ന സമയത്ത് പ്രോഗ്രാമിൻ്റെ ബോഡിക്കകത്ത് ബോഡി സ്റ്റാർട്ട് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തിട്ട് ബോഡി സ്റ്റാർട്ട് ചെയ്തിട്ട് ബോഡിയുടെ അകത്ത് ഈ PA വിളിച്ചിരിക്കുന്ന സമയത്ത് ഈ Pയുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ സ്റ്റൈലിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ പ്രോപ്പർട്ടി ഇവിടെ ആക്റ്റ് ആവും. ഞാനിപ്പോൾ ഈ Pയുടെ അകത്തൊരു കളർ സെറ്റ് ചെയ്തിരുന്നു എങ്കിൽ, കളർ ഈക്വൽ ടു റെഡ് എന്നങ്ങനെ കൊടുത്തിരുന്നു എങ്കിൽ ഇതെന്ത് ചെയ്തേനെ, റെഡ് കളറിൽ ഡിസ്പ്ലേ ആയനെ. കാരണം നമ്മൾ സ്റ്റൈല് പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഹെഡ് പോർഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഹെഡ് പോർഷനിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റൈലിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇത് വർക്കാവുന്നത്. ഇനി വേറെ എവിടെയെങ്കിലും P ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഈ സെയിം പ്രോപ്പർട്ടി തന്നെ ആ Pക്ക് കിട്ടും. അപ്പോൾ ഓൾറെഡി ആദ്യമേ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, Pക്ക് ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് PA വിളിക്കുന്ന സമയത്ത് ആ പ്രോപ്പർട്ടി എല്ലാ Pയും സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമ്മൾ വേറെ അതിലെഴുതിയിരിക്കുന്ന വേറൊരു ടാഗാണ് H1. അപ്പോൾ H1 വിളിക്കുന്ന സമയത്ത് ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. EM എവിടെയെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ EM വിളിക്കുന്ന സമയത്ത് ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. നമ്മൾ ബോഡിയുടെ അകത്ത് എവിടെ വിളിച്ചാലും സാറ്റിസ്ഫൈ ചെയ്യും. ഇനി ഇവിടെ ഡോട്ടിൻ്റെ ഹെൽപ്പോട് കൂടി എഴുതിയിരിക്കുന്നത് ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. അതിന് നമ്മൾ ക്ലാസ് എന്നാണ് CSSനെ സംബന്ധിച്ച് വിളിക്കുന്നത്. ഡോട്ടിൻ്റെ ഹെൽപ്പോട് കൂടി എഴുതുന്നത് നമ്മൾ പൊതുവേ C++ പ്രോഗ്രാമൊക്കെ എഴുതുമ്പോൾ ഫങ്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് പോലെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നതാണ് ഡോട്ട് സ്പെഷ്യൽ കളർ പർപ്പിൾ എന്നെഴുതിയിരിക്കുന്ന ഈ സെറ്റപ്പ്. ഇതിനെ നമ്മൾ CSSൻ്റെ ഭാഷയിൽ വിളിക്കുന്നത് ക്ലാസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ക്ലാസ് എഴുതി വെച്ചിരുന്നാൽ, ക്ലാസ് ഡിഫൈൻ ചെയ്തിരുന്നാൽ, ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട് എങ്കിൽ ക്ലാസ് ഈക്വൽ ടു സ്പെഷ്യൽ എന്നാണ് ഈ ക്ലാസിൻ്റെ പേര്, സ്പെഷ്യൽ എന്ന് വിളിച്ചാൽ മതി. ഇവിടെ H1 എന്ന് പറയുന്ന ടാഗിൻ്റെ കൂടെ H1 എന്ന് പറയുന്ന ഹെഡിങ്ങിലെ ടൈറ്റിൽ അസോസിയേഷൻ എന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന ഈ സമയത്ത് ഇതിൻ്റെ കളർ പർപ്പിൾ ആക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കളർ പർപ്പിളാക്കാൻ വേണ്ടി എന്ത് ചെയ്തു, H1ൻ്റെ അകത്ത് ക്ലാസ്സിനെ വിളിച്ചു. H1 ക്ലാസ് ഈക്വൽ ടു സ്പെഷ്യൽ എന്ന് വിളിച്ചു. H1ൻ്റെ ടാഗ് എഴുതി തീർക്കുന്നതിന് മുമ്പേ ക്ലാസ് ഈക്വൽ ടു സ്പെഷ്യൽ എന്ന് വിളിച്ചു. അപ്പോൾ ഇവിടെ H1ന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, Pക്ക് ഡോട്ട് സ്പെഷ്യലിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്.
അപ്പോൾ H1ൻ്റെ ഫീച്ചറും വരും, ഈ ക്ലാസിൻ്റെ അകത്തുള്ള ഫീച്ചറും ആർക്ക് കിട്ടും? ഈ ഡേറ്റൽ അസോസിയേഷൻ എന്ന് പറയുന്നതിനിട്ട്. ഇപ്പോൾ H1ൻ്റെ അകത്ത് ഫോൺ ഫാമിലി ഏത് വേണമെന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡോട്ട് സ്പെഷ്യൽ എന്ന് പറയുന്ന ക്ലാസിൻ്റെ അകത്ത് കളർ പർപ്പിൾ ആക്കാൻ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് കിട്ടും? ഇതിൻ്റെ രണ്ടിൻ്റെ ഫീച്ചേഴ്സും അവൈലബിൾ ആവും. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റുകളെ പറ്റിയാണ്. എന്താണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്ഥലത്ത് ആദ്യമേ തന്നെ CSS അങ്ങ് എഴുതി വയ്ക്കും. ആ CSSനെ നമുക്ക് മൾട്ടിപ്പിൾ പ്രോഗ്രാമിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതായത് .css എന്ന് പറയുന്ന ഒരു ഫയല് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു, style.css എന്ന് പറയുന്ന ഒരു ഫയല് ആദ്യമേ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നു. അതിൻ്റെ അകത്ത് ഇന്ന കാര്യങ്ങളുണ്ട്, ബോഡിക്ക് ഇന്നത് വേണം, അതേപോലെ ഒരു ഫംഗ്ഷനെ നോഡൊക്കെ ഹാൻഡ് ഓവർ, L1ന് H1ന് U1ന് അങ്ങനെ ഓരോന്നിനും എന്ത് ഫീച്ചേഴ്സ് വേണമെന്നുള്ളത് ആദ്യമേ തന്നെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, എഴുതി സേവ് ചെയ്യുന്നു. എങ്ങനെ സേവ് ചെയ്യുന്നു? style.css എന്ന് സേവ് ചെയ്ത് വയ്ക്കുന്നു. ഈ style.css എന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് എഴുതി കഴിഞ്ഞാൽ, പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഇതിൻ്റെ ഹെഡ് പോർഷനിൽ ലിങ്ക് REL ഈക്വൽ ടു, ഇതാണ് ഇതിൻ്റെ ഹെഡ് പോർഷൻ അല്ലേ, ഇവിടെ ഒരു ടാഗ് ഉപയോഗിക്കുന്നത് എന്താണ്? ലിങ്ക് REL ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് ടൈപ്പ് ടെക്സ്റ്റ് ബാർ CSS href, ഇതാണ് ഇമ്പോർട്ടൻ്റ്, href ഈക്വൽ ടു styles.css. ഈ style.css എന്ന് പറയുന്ന ഫയലാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന style.css എന്ന് പറയുന്ന ഫയലിനെ ഞാൻ ഈ hrefൻ്റെ സഹായത്തോടു കൂടി വിളിക്കുന്നു. ഓക്കെ, ഇവിടെ ടൈപ്പ് സ്പെസിഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല, സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാം, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ടാഗ് ഇതാണ്. എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ടാഗ് ലിങ്ക് REL ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ്, അല്ലെങ്കിൽ ഈ പേര് ഇത് നെയിമാണ് കേട്ടോ, റെഫറൻസിൻ്റെ നെയിമാണ്. അത് നമുക്ക് ഇഷ്ടമുള്ളത് പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ ഇഷ്ടമുള്ള പേര് ഇതിൻ്റെ അകത്ത് ഈ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുക. ഇതിപ്പോൾ സ്റ്റൈൽ ഷീറ്റ് ആയതുകൊണ്ട് സ്റ്റൈൽ ഷീറ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ hrefൻ്റെ അകത്ത് എഴുതേണ്ടത് നമ്മൾ ഏത് പേരിലാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ പേരാണ് എഴുതേണ്ടത്, style.css. എക്സ്റ്റൻഷൻ എന്താണ്? .css. കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റുകളായതുകൊണ്ടാണ് .css എന്ന എക്സ്റ്റൻഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ ഓരോന്നും വിളിക്കുന്ന ഈ UL അൺഓർഡേഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള UL, അതിൻ്റെ അകത്ത് ലിസ്റ്റുകൾ LI എന്ന് പറയുന്ന ലിസ്റ്റുകളൊക്കെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഈ style.cssൻ്റെ അകത്ത് എന്ത് സ്റ്റൈലാണ് ഓരോന്നിനും സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ആ സ്റ്റൈലായിരിക്കും എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ U1ന് ഒരു സ്റ്റൈൽ എഴുതിയിട്ടുണ്ട്, തൊട്ട് താഴെ U1 എന്ന് എഴുതിയിട്ട് ഒരു സ്റ്റൈൽ എഴുതിയിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു UL എന്ന് എഴുതിയിട്ട് അതിൻ്റെ അകത്തൊരു സ്റ്റൈൽ എഴുതിയിട്ടുണ്ട്, അടുത്ത UL എന്ന് എഴുതിയിട്ട് മറ്റൊരു സ്റ്റൈൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യത്തെ UL വിളിക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റൈൽ എക്സിക്യൂട്ട് ചെയ്യും. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് അൺഓർഡേഡ് ലിസ്റ്റ് വേണമെങ്കിൽ നെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ULൻ്റെ അകത്ത് മറ്റൊരു UL ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കുകയാണ് എങ്കിൽ രണ്ടാമത്തെ സ്റ്റൈൽ എക്സിക്യൂട്ട് ചെയ്യും. ഒരു അൺഓർഡേഡ് ലിസ്റ്റിൻ്റെ അകത്ത് വീണ്ടും ഒരു അൺഓർഡേഡ് ലിസ്റ്റ് ഉപയോഗിക്കുകയാണ് എങ്കിൽ ഈ സ്റ്റൈലിൽ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെയാണ്. അപ്പോൾ ഇങ്ങനെ പുറത്ത് എവിടെയെങ്കിലും എഴുതി വച്ചിട്ട് ഇതിനെ ഹെഡ് പോർഷനിൽ കൊണ്ടുവന്ന് ലിങ്ക് ചെയ്യുന്ന ഒരു പരിപാടി, അത്തരം സ്റ്റൈൽ ഷീറ്റുകളെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റുകൾ. അപ്പോൾ നമ്മൾ 3 തരത്തിലുള്ള സ്റ്റൈൽ ഷീറ്റുകളെയാണ് കണ്ടത്. ഒന്നാമത്തെ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത് ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റുകൾ. എന്ത് ചെയ്യും? ഓരോന്നിൻ്റെ കൂടെയും ലൈൻ ബൈ ലൈനായിട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി പോകും. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് എംബഡഡ് സ്റ്റൈൽ ഷീറ്റുകളാണ്. ഇത് ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുമ്പോൾ ഓരോന്നിൻ്റെ കൂടെയും സ്റ്റൈൽ ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതി പോകും. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് എംബഡഡ് സ്റ്റൈൽ ഷീറ്റുകളെ പറ്റിയാണ്. എന്താണ് എംബഡഡ് സ്റ്റൈൽ ഷീറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റൈൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം ഹെഡ് പോർഷനിൽ എഴുതി കൊടുത്തിരിക്കും.
അപ്പോൾ അതിന് അനുസരിച്ച് എവിടെ നമ്മൾ വിളിച്ചാലും ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഡോട്ട് സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഡോട്ട് കൊടുത്തിട്ട് ക്ലാസ്സിന് പേരിടുന്നു. അങ്ങനെ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യും? ആ ക്ലാസ്സിന് കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തി വർക്ക് ചെയ്യും. ക്ലാസ് വിളിക്കേണ്ടത് ക്ലാസ് ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേര് വിളിക്കണം. എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ക്ലാസ് ഒരു സ്റ്റൈലിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത നമ്മൾ കണ്ടു എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റുകൾ. എന്താണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എവിടെയെങ്കിലും ഒരു സ്റ്റൈൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നു, എന്നിട്ടത് .css എന്ന് സേവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ പ്രോഗ്രാമിൻ്റെ ഹെഡ് പോർഷനിൽ ലിങ്ക് rel ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് ടൈപ്പ് ടെക്സ്റ്റ് ബാർ CSS href ഈക്വൽ ടു style.css എന്ന തരത്തിൽ വിളിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 3 സ്റ്റൈൽ ഷീറ്റുകളും എഴുതുന്നത്. അപ്പോൾ ഇൻലൈൻ സ്റ്റൈൽ എഴുതേണ്ടത് ദ ഇൻലൈൻ സ്റ്റൈൽ ഈസ് എ സ്പെസിഫിക് ടു ദ ടാഗ് ഇറ്റ് സെൽഫ്. ഇറ്റ് യൂസസ് HTML സ്റ്റൈൽ ആട്രിബ്യൂട്ട് ടു സ്റ്റൈൽ ദ സ്പെസിഫിക് ടാഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അപ്ലൈ എ യുണീക് സ്റ്റൈൽ ടു എ സിംഗിൾ HTML എലമെൻറ്റ്. എക്സാമ്പിൾ P style equal to color red font size 18. This is a paragraph. ഇപ്പോൾ ദിസ് ഈസ് എ പാരഗ്രാഫ് എന്ന് പറയുന്ന ഈ ഒരു സെൻറ്റൻസ് റെഡ് കളറിൽ ഫോണ്ട് സൈസ് 18 px ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആവും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു ഇൻലൈൻ സ്റ്റൈൽസ് എന്ന് വിളിക്കുന്ന ഈ ഒരു കാറ്റഗറി. ഇൻലൈൻ സ്റ്റൈൽസിനെ നമ്മൾ അല്ലെങ്കിൽ വിളിക്കുന്നത് എംബഡഡ് CSS സ്റ്റൈൽ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ആ ഒരു സ്റ്റൈൽ വേറെ എവിടെയെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ വിളിക്കാൻ പറ്റും. ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നതിനാണ് നമ്മൾ വിളിക്കുന്നത് എംബഡഡ് സ്റ്റൈൽ ഷീറ്റ്. എംബഡഡ് സ്റ്റൈൽ ഷീറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റൈൽ എവിടെയെങ്കിലും എഴുതി വയ്ക്കുന്നു. സ്റ്റൈൽ ടാഗിൻ്റെ അകത്ത് ദ ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് ഹോൾഡ് ദ CSS കോഡ് ഫോർ ദ വെബ് പേജ് ഇൻ ദ ഹെഡ് സെക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ ഫയൽ. യൂസ് ദ സ്റ്റൈൽ ആട്രിബ്യൂട്ട് HTML ടാഗ് ഇൻ ദ ഹെഡ് സെക്ഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ സ്റ്റൈൽ ഫോർ എ സിംഗിൾ HTML ഫയൽ. അപ്പോൾ സ്റ്റൈൽ എന്ന് പറയുന്നത് HTMLൻ്റെ ഹെഡ് സെക്ഷനിൽ എഴുതിയിട്ട് നമ്മൾ വിളിക്കുന്നു. അത്തരത്തിലുള്ള ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റുകളെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എംബഡഡ് സ്റ്റൈൽ ഷീറ്റുകൾ. അതിനൊരു എക്സാമ്പിളാണത്. ഇവിടെ ഒരു സ്റ്റൈൽ എഴുതി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്ത്, എന്നിട്ട് ഇവിടെ H1-നൊരു കളർ കൊടുത്തു, P-ക്ക് ഒരു കളർ കൊടുത്തു. എന്നിട്ട് നമ്മൾ ബോഡിക്കകത്ത് ഇത് ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു? H1 വെൽക്കം. അപ്പോൾ H1-ന് ഇവിടെ കളർ ബ്ലൂ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? ബ്ലൂ കളറിൽ കിട്ടി. അടുത്ത പാരഗ്രാഫ് P വിളിച്ചു എക്സാമ്പിൾ ഫോർ ഇൻറ്റേർണൽ സ്റ്റൈൽ. ഇവിടെ P-യുടെ കളർ റെഡ് എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ റെഡ് കളറിൽ കിട്ടി. ഇനി അടുത്തത് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത് ഒരു CSS ഫയലായിട്ട് എക്സ്ട്രാ നമ്മൾ എവിടെയെങ്കിലും ക്രിയേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിഫൈൻ ദ സ്റ്റൈൽ ഫോർ മെനി HTML പേജ്. ഇറ്റ് യൂസസ് ആൻ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ആഡ് ദ ലിങ്ക് ടു ദ ഹെഡ് സെക്ഷൻ ഓഫ് ദ HTML പേജ്. അതായത് നമ്മൾ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ എനി ടെക്സ്റ്റ് എഡിറ്റർ. ദ ഫയൽ മസ്റ്റ് നോട്ട് കണ്ടെയ്നിങ് എനി HTML കോഡ് ആൻഡ് മസ്റ്റ് സേവ്ഡ് വിത്ത് എ .css എക്സ്റ്റൻഷൻ. അതിനുശേഷം നമ്മൾ ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ലിങ്ക് rel ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് href ഈക്വൽ ടു style.css. ഇനി എലമെൻറ്റിൻ്റെ കൂടെ എന്തും കൂടെ ഉപയോഗിച്ച് വിളിക്കണം? ക്ലാസ് ഈക്വൽ ടു ക്ലാസ് നെയിം എന്ന് വിളിക്കണം. ക്ലാസ് ആട്രിബ്യൂട്ട് സ്പെസിഫൈ one or more class name for an element. Specify multiple classes. Separate the classes names with a space. Class name with a space. Multiple classes ഉപയോഗിക്കുക, പക്ഷേ സ്പേസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുക. അതിനൊരു എക്സാമ്പിളാണിത്. നമ്മളിവിടെ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇത് .css എന്ന പേരിൽ സേവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വിളിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 തരത്തിലുള്ള സ്റ്റൈൽ ഷീറ്റുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഇൻലൈൻ സ്റ്റൈൽ ഷീറ്റുകൾ, ദെൻ നെക്സ്റ്റ് വൺ എംബഡഡ് സ്റ്റൈൽ ഷീറ്റ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ്, ദെൻ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്. ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റുകളുടെ മറ്റൊരു പേരാണ് എംബഡഡ് സ്റ്റൈൽ ഷീറ്റുകൾ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.